നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ പുതുവർഷ ഫലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതുവർഷം എന്ന് പറയുമ്പോൾ ചിങ്ങമാസം മുതൽ അല്ലെങ്കിൽ ചിങ്ങമാസം തുടങ്ങിയിട്ട് മലയാളിയെ സംബന്ധിച്ച് പുതുവർഷം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു വിഷുഫലം ഈ ഇടയ്ക്ക് പറയുകയുണ്ടായി. അതിനുശേഷം അത് മതി, ശരിക്ക് വിഷുഫലം വേണം. വിഷുഫലമാണല്ലോ നമ്മളെ യഥാർത്ഥ ഫലത്തെ ദ്യോതിപ്പിക്കുന്നത്. എന്നിരുന്നാലും അതുകൊണ്ടും തൃപ്തിയാവാതെയുള്ള ചില പ്രേക്ഷകരുണ്ട്. അവർക്കാണ് ഈ ചിങ്ങമാസം മുതൽ വരണ ചിങ്ങമാസം വരയ്ക്കുള്ള അല്ലെങ്കിൽ കർക്കിടക മാസം 31-ാം തീയതി വരയ്ക്കുള്ള ഫലങ്ങൾ പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ആളുകളുടെ ഒരു അഭിപ്രായമാണ്, പറയണം, അതറിയണം എന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ തിരക്കില്ല എന്നൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് മേടക്കൂറ് മുതലായിട്ട് തുടങ്ങാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം, അതായത് 1-ാം പാദം അടങ്ങുന്ന മേടക്കൂറ്, അവർക്ക് മലയാള വർഷം 1202 ചിങ്ങമാസം 1-ാം തീയതി മുതൽ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരയ്ക്കുള്ള ഒരു വർഷക്കാലം. അപ്പോൾ ഈ ഒരു വർഷക്കാലം എങ്ങനെയാവും എന്നുള്ളത് വ്യാഴചാരത്തിൻ്റെയും ശനിചാരത്തിൻ്റെയും രാഹുകേതുചാരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും സൂര്യചാരം അടിസ്ഥാനമാക്കിയിട്ടുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഒരേ അനുഭവഫലങ്ങളായിക്കൊള്ളുന്നില്ല. എന്നിരുന്നാൽ പോലും ജാതകഫലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ദശാഫലങ്ങളും അപഹാരഫലങ്ങളും ഛിദ്രഫലങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഏറെക്കുറെ അനുഭവിക്കാൻ സാധ്യത കൂടുതലുള്ള ഫലങ്ങളാണ് പ്രേക്ഷകരുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 1-ാം പാദത്തിൽ ജനിച്ച മേടക്കൂറുകാർക്ക് 2026 ഒക്ടോബർ മാസം 31-ാം തീയതി വരയ്ക്ക് വ്യാഴം ചാരവശാൽ 4-ലും, അതായത് ഇപ്പോൾ 4-ാം വ്യാഴാണെന്നർത്ഥം. അതിനുശേഷം 5-ലേക്ക് വരും. 2027 ജനുവരി 24 ശേഷം വീണ്ടും വക്രം കഴിഞ്ഞ് വ്യാഴം 4-ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൽ വക്രമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 2027 ജൂൺ മാസം 25-ാം തീയതിക്ക് ശേഷം വ്യാഴം വീണ്ടും 5-ലേക്ക് വരും ചെയ്യും. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു ചാഞ്ചാട്ടം അങ്ങനെ കണ്ട കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്കും ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കൊക്കെ വരുന്നുണ്ട്. ആ ഡേറ്റുകളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഒന്നുകൂടിയും പറയാം. 2027 ജനുവരി 24 ശേഷം വ്യാഴം 4-ല്, അതിനുശേഷം 2027 ജൂൺ 25 ശേഷം വ്യാഴം 5-ല്, അങ്ങനെയാണ് വരിക കേട്ടോ. 2027 ജൂൺ മാസം 2-ാം തീയതി വരയ്ക്ക് ശനി 12-ലാണ്. പേരുടെ ശനി കാലഘട്ടമാണെന്ന് അറിയാലോ. അതിനുശേഷം ജന്മത്തിലേക്ക് വരും ചെയ്യും. 2027 ജൂൺ മാസം 2-ാം തീയതിയാണ് ശനിമാറ്റം വരുന്നത്. അപ്പോൾ അതിനുശേഷം ജന്മശനിയിലേക്ക് വരും. 2026 ഡിസംബർ 5 വരയ്ക്ക് രാഹു 11-ലുണ്ടാവും. അതിനുശേഷം 10-ലേക്കാണ് വരിക. രാഹു പുറകോട്ടാണ് സഞ്ചരിക്കുക. 2026 ഡിസംബർ 5-ാം തീയതിയാണ് രാഹുകേതു മാറ്റം വരുന്നത്. 11-ൽ നിന്ന് 10-ലേക്ക് വരും. 2026 ഡിസംബർ 5 വരയ്ക്ക് കേതു 5-ലും അതിനുശേഷം 4-ലേക്കും വരും. രാഹു മാറുമ്പോൾ കേതു മാറല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂട്ടിക്കിഴിച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ദോഷാധിക്യമാണ് കൂടുതൽ വരിക. ഗുണദോഷ സമ്മിശ്രത്താൽ ദോഷാധിക്യമാണ് വരിക. അപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. സർജറിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അത് എന്ത് സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഈ ശനിയൊക്കെ ജന്മത്തിലേക്ക് വരുമ്പോൾ നാനാ ദുഃഖം എന്നൊക്കെയുള്ള അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവനവൻ്റെ ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അഗ്നി ആയുധ പീഡകളൊക്കെ ഉണ്ടാവുക, ഷോക്കടിക്കുക, തീ പൊള്ളുക. ആയുധ പീഡ എന്ന് പറയുമ്പോൾ സർജറിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ആർക്കും ദോഷമില്ലാത്ത രീതിയിലാവാൻ വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ധനം, വാഹനം മുതലായവ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ധനനഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. വാഹനാപത്തുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്ന് ഭവിക്കും. അതേപോലെ തന്നെ പരീക്ഷാദി വിഷയങ്ങളിൽ പരാജയഭീതികളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ നല്ലോണം കഠിനാധ്വാനം ചെയ്തിട്ട് അതിനൊക്കെ തയ്യാറെടുക്കാം. ഈശ്വര പ്രാർത്ഥനകളൊക്കെ നന്നായിട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങൾ
സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലാച്ചാൽ വളരെയധികം ക്ലേശാദി അനുഭവങ്ങൾ അതുകൊണ്ട് ഉണ്ടാവും. അതിപ്പോൾ സ്ഥലം മേടിക്കലാണെങ്കിലും വാഹനം മേടിക്കലാണെങ്കിലും മറ്റുള്ള തരത്തിലുള്ള എന്ത് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളാണെങ്കിലും ശരി വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ദാമ്പത്യ സുഖക്കുറവ്. ദമ്പതിമാർ തമ്മിൽ കലഹങ്ങളുണ്ടാവുക, ബന്ധുജന വിരോധങ്ങൾ, ബന്ധുക്കളുമായി കലഹിക്കേണ്ടതും പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറേണ്ട അവസ്ഥകളുണ്ടാവുക, മനോവ്യഥകളുണ്ടാവുക, കാര്യപരാജയങ്ങളുണ്ടാവുക. അപ്പോൾ ഇതാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന ആൾക്കാർ പൊതുവേ ഈ വർഷം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് സൂര്യൻ ഓരോ രാശിയിലും സഞ്ചരിക്കുന്നതിനനുസരിച്ച് 12 മാസങ്ങൾ ഉൾപ്പെടുത്തി എങ്ങനെയാണ് ഉണ്ടാവുക, അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത. ഇപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ ചന്ദ്രനും ചൊവ്വയും ബുധനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ആൾക്കാരായതുകൊണ്ട്, ശുക്രനൊക്കെ ഇടയ്ക്ക് മാറുന്ന, അതിന് അത്രമേൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. എന്നാൽ പ്രാധാന്യം ഉണ്ട് താനും കേട്ടോ. ഒക്കെ വളരെ ചുരുങ്ങിയ കാലയളവിൽ അത് ഉണ്ടാവും. സൂര്യൻ പിന്നെ 30 ദിവസം ഒരു രാശിയിൽ നിൽക്കും. അപ്പോൾ സൂര്യൻ്റെ ചാരം നോക്കിയാൽ ചിങ്ങമാസത്ത് കർമ്മരംഗത്ത് അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. അതേപോലെ തന്നെ പുതിയ പദ്ധതികൾ മനസ്സിലുണ്ടെങ്കിൽ ആ പദ്ധതികളൊക്കെ നടപ്പാക്കാൻ പറ്റിയൊരു മാസമാണ് ഈ വരുന്ന ചിങ്ങമാസം. കന്നിമാസത്തിലേക്ക് സൂര്യൻ പ്രവേശിച്ചാൽ ദൂരസഞ്ചാരങ്ങൾ, അതായത് അന്യദേശത്തേക്ക് വിദേശയാത്രയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുക. ശിരോരോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് മാനസിക വിഷമങ്ങളാണ് അതിൻ്റെ പ്രധാനം. അതായത് മനോവ്യഥകൾ ഉണ്ടാവുക, മനസ്സിന് സന്തോഷമില്ലാത്ത കാര്യങ്ങൾ കന്യമാസത്തിൽ നമുക്കുണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട്. തുലാമാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മംഗളകർമ്മസിദ്ധികളിലൊക്കെ പങ്കെടുക്കാം. വിവാഹം, ബന്ധുക്കളുടെ വിവാഹം, അവനവൻ്റെ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ളതായ സാധ്യതകളും അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് ധനനഷ്ടം വന്നു ചേരാനുള്ള സാധ്യതകളും മനോദുഃഖത്തിൻ്റെ ഇടയുള്ള സാധ്യതകളൊക്കെ ആ ഒരു സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ മംഗളകർമ്മമൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും അനാവശ്യ കൂട്ടുകെട്ടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വൃശ്ചിക മാസത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള വലിയ കലഹങ്ങൾക്ക് സാധ്യതകൾ ആ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. ധനുമാസത്തിലേക്ക് വരുമ്പോൾ കുടുംബസുഖം, ധനാഗമനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മകരമാസത്തിൽ മനസ്സന്തോഷം ഉണ്ടാവുക, വസ്തു മേടിക്കുക, വാഹനം മേടിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, വിദേശയാത്ര നടത്തുക പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മകരമാസത്തിൽ സാധ്യമായിട്ട് വരും. കുംഭമാസത്തിലേക്ക് വരുന്ന സമയത്ത് പരീക്ഷാദികളിൽ വിജയം, പ്രത്യേകിച്ച് മാർച്ചിലൊക്കെ നടത്തുന്ന പരീക്ഷകളുണ്ടല്ലേ ധാരാളമായിട്ട്. അപ്പോൾ പരീക്ഷാദികളിൽ വിജയം ഉണ്ടാവുക, നൂതന സംരംഭം, അതായത് പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടുക, നൂതന സംഭവങ്ങളിൽ ഏർപ്പെടുക, അതുകൊണ്ടുള്ള കാര്യഗുണങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവും. മീനമാസത്തിൽ ഗുരുജന പിതൃജന അരിഷ്ടതകൾ, അതായത് അച്ഛൻ, അമ്മ, അവനവനെ വിദ്യ പഠിപ്പിച്ച ഗുരുനാഥൻ, ഇവർക്കൊക്കെ ഒരു ദോഷമുള്ള സമയമായിട്ട് മീനമാസം, അതായത് ചിങ്ങത്തിൽ നിന്ന് നോക്കുമ്പോൾ 8 സൂര്യൻ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ജന്മക്കൂറിൻ്റെ 12 കൂടിയിട്ടാണെന്നുള്ളത് അത് പിതൃജനാരിഷ്ടതകൾക്ക് കാരണം ഉണ്ടാക്കും, മനോവ്യഥകളുണ്ടാക്കും. ആശുപത്രിവാസം, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആശുപത്രിവാസം കൊണ്ടുണ്ടാകുന്ന മനോവ്യസനം, അതൊക്കെ ആ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. മേടമാസത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയത്ത് സർക്കാരിൽ നിന്നുള്ള അനുകൂല നിലപാടുകളൊക്കെ നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് പെർമിറ്റോ അങ്ങനെയൊക്കെയുള്ള സർക്കാർ പരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ സർക്കാരിൽ നിന്നും കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇടമാസം വളരെയധികം അനുകൂലമായി കാണുന്നുണ്ട്. ഇടവമാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക പരാധീനതകളൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും. കർമ്മവ്യാപാര സംഘർഷങ്ങളുണ്ടാവും. അതായത് അവനവൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, സംഘർഷങ്ങൾ, വ്യാപാര നഷ്ടങ്ങളൊക്കെ ആ ഒരു സമയത്ത് പ്രതീക്ഷിക്കണം. മിഥുനമാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മിക രംഗത്തുള്ള ഉയർച്ചയും, കാരണം ഈ പരാജയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈശ്വരനെ നന്നായി വിളിക്കാൻ പറ്റിയ സമയമാണ് മിഥുനമാസം. അപ്പോൾ ആധ്യാത്മിക രംഗത്ത് ഉയർച്ചയും മനസ്സമാധാനവും മനസ്സുഖമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കർക്കിടക മാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ധനദുർവ്യയങ്ങളും രോഗപീഠകളൊക്കെ ഈ പറയുന്ന വ്യക്തികൾക്ക് വന്ന് ഭവിക്കാൻ സാധ്യതകൾ കൂടുതലുണ്ട്. അതേപോലെ തന്നെ ഈ കാർഡിയാക് പ്രോബ്ലമുള്ള ആൾക്കാരാണെങ്കിൽ ഈ വരുന്ന കർക്കിടക മാസം വളരെയധികം സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ശനിദോഷം വളരെ കടുപ്പത്തിൽ തന്നെയാണ്. ശനിദോഷ നിവാരണത്തിന് വേണ്ടി ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക, ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക, എള്ളുപായസം നിവേദിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അവനവൻ്റെ ജാതകം ഒന്ന് ഈ പറഞ്ഞ മേടക്കൂറിൽ പെട്ട ആൾക്കാർ എന്തായാലും
ഒന്ന് നോക്കിക്കണം, ദൈവജ്ഞനെ കൊണ്ട് നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ അഷ്ടമരാശിക്കൂറിൽപ്പെടുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തത്തിൽ 12 മാസങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുണവും ദോഷവും ഇടകലർന്ന ദോഷാധിക്യം കൂടുതലുള്ള വർഷമാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർ. ജാതകം നോക്കുക, ഒന്ന് പ്രശ്നം വെച്ച് നോക്കുക, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. അത് നിർബന്ധമായിട്ടുള്ള വിഷയമാണ്. അതിൽ വിശ്വാസമുള്ള ആൾക്കാരെ കാര്യമാണ് പറയണം കേട്ടോ. രണ്ടഭിപ്രായം എല്ലാറ്റിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഒരു മുന്നറിയിപ്പായിട്ട് ഇതിനെ കാണാം. പിന്നെ ഇത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ ജാതക പ്രകാരമൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കാം. അതിനനുസരിച്ച് അതേപോലെ തന്നെ ഈ പറയുന്ന ഗ്രഹങ്ങൾ അഷ്ടവർഗ ബലാബലങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. സൂര്യനിപ്പോൾ ഞാൻ പറഞ്ഞ ചിലപ്പോൾ മാസങ്ങൾ അഷ്ടവർഗ ബിന്ദുക്കൾ കൂടുതലുണ്ട് വെച്ചാൽ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല കേട്ടോ. ശനിക്കാണെങ്കിലും വ്യാഴത്തിനാണെങ്കിലും ഒക്കെ. രാഹുകേതുക്കൾക്ക് പിന്നെ അഷ്ടവർഗം ഇല്ല, അതുകൊണ്ട് അത് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ അക്കിടികൾ പറ്റാണ്ട് രക്ഷപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. എന്തായാലും അതൊക്കെ ചാനലിൻ്റെ സപ്പോർട്ട്, ഇതൊക്കെ കേട്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു ഊർജ്ജം കിട്ടുക. നമ്മുടെ ആസ്ട്രോമീഡിയയുടെ പ്രേക്ഷകരാണ് നമ്മളുടെ ഊർജ്ജം. 40,000-40,000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പറയാതെ തന്നെ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ എന്നും അതേപോലെ നിലനിൽക്കണം, ഇനിയും വർദ്ധിക്കണം, സബ്സ്ക്രൈബേഴ്സൊക്കെ ഇനിയും വർദ്ധിക്കണം. ജ്യോതിഷത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആസ്ട്രോമീഡിയ എന്നും കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.